ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. കേസിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന് പത്മകുമാർ. അംഗങ്ങൾ അറിയാതെ തനിച്ച് തീരുമാനമുണ്ടാവില്ല. ബോർഡിന് തെറ്റുപറ്റിയാൽ താൻ മാത്രമല്ല പ്രതി. ഉദ്യോഗസ്ഥർ പിച്ചള എന്നെഴുതി അത് താൻ തിരുത്തി ചെമ്പെന്ന് തിരുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്നും പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലെ വാദം. ബോർഡിൽ തന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഇത്തരത്തിൽ പത്മകുമാറിന്റെ ജാമ്യ ഹർജി എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയതുൾപ്പെടെ കൂട്ടായെടുത്ത തീരുമാനങ്ങൾ താൻ മാത്രം എങ്ങനെ ഉത്തരവാദിയാകുമെന്നായിരുന്നു പത്മകുമാറിന്റെ ചോദ്യം ഉണ്ടായിരുന്നത്. മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയത് എല്ലാവരുടെയും അറിവോടെയാണ് എന്നായിരുന്നു ഹർജിയിലെ പത്മകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. വീഴ്ച പറ്റിയെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ബാധ്യത ഉണ്ടെന്നായിരുന്നു പത്മകുമാർ പരാമർശിച്ചിരുന്നത്. തന്നെ മാത്രം വേട്ടയാടുന്നതിലെ അമർഷം കൂടിയാണ് പത്മകുമാർ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലാണ് മുൻ ദേവസ്വം പ്രസിഡന്റായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുക. കേസിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന് തന്നെയായിരുന്നു പത്മകുമാറിന്റെ പ്രധാന വാദമെന്ന് പറയുന്നത്. അംഗങ്ങൾ അറിയാതെ തനിച്ച് തീരുമാനമുണ്ടാവില്ല എന്നും പത്മകുമാർ ഹർജിയിൽ സൂചിപ്പിക്കുന്നു. ബോർഡിന് തെറ്റുപറ്റിയാൽ താൻ മാത്രമല്ല പ്രതിയെന്നും ഉദ്യോഗസ്ഥർ പിച്ചള എന്നെഴുതിയത് താൻ തിരുത്തിയത് മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് പത്മകുമാർ ഹർജിയിൽ സൂചിപ്പിക്കുന്നത്. ചെമ്പെന്ന് തിരുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്നും പത്മകുമാറിന്റെ ഹർജിയിലെ പ്രധാന വാദം.